ഹേ ഗൈസ് പി പി ഫുപ്പുയിലെ പിപ്പിയും ഫുപ്പുവും എല്ലാം ഞാനാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വലിയ വ്യത്യസ്തമായ സാധനങ്ങളൊന്നും അല്ല, എന്നാലും ഞാൻ പണ്ട് വർഷയും ഞാനുമായിട്ട് ഹണിമൂണിന് പോയപ്പോഴത്തേക്കും എയർപോർട്ടിൽ നിന്ന് വൺ പീസിൻ്റെ ഒരു കാർഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇത് അതിൻ്റെ മറ്റേ ആക്ഷൻ കാർഡോ ട്രേഡിംഗ് കാർഡോ അങ്ങനെ ഒന്നും സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇതൊക്കെ അൺബോക്സ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായതുകൊണ്ട് ഈ മെറ്റൽ ബോക്സിൽ കണ്ടോ, ഇത് മെറ്റൽ ബോക്സാണ്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്. അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് ഒറ്റയ്ക്ക് അൺബോക്സ് ചെയ്യണേക്കാളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു അന്തസ്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ പോലത്തെ എന്തോ ഉണ്ട്. അതിൽ ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി അങ്ങനെ അല്ലെങ്കിലും നമുക്ക് അങ്ങനെ അൺബോക്സ് ചെയ്യാം, എന്തെങ്കിലും ആവട്ടെ. ASMR നിങ്ങൾക്ക് ASMR കേൾക്കാമോ? എന്ത് ഓക്കെ, ASMR സെഷൻ കഴിഞ്ഞ ഗൈസ്. ഇതെന്ത് കിട്ടിലും ഗ്ലോസിങ് എന്നറിയാവോ? ആഹാ, നല്ല സ്നുക്കുനോച്ചി സാധനം കേട്ടാ. തുറക്കട്ടെ. അയ്യാ, ഓക്കെ, തുറക്കുമ്പോൾ ഇത്രയുണ്ട് കേട്ടാ. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇത് പെട്ടികാലി. അപ്പോൾ ഈ 3 പാക്കേജുകളാണ് നമുക്കുള്ളത്, കണ്ടോ നിങ്ങൾ? ഓക്കെ, ഇതിപ്പം എങ്ങനെ അൺബോക്സ് ചെയ്യണമെന്നോ എനിക്കിതിന് മുന്നേ അൺബോക്സ് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല. എന്തായാലും ലൂഫി ഗിയർ 4 അല്ലേ, ഗിയർ 4 നിൽക്കുന്നതാണ് ഗൈസ്. ഇത് 12 കാർഡ് ബൂസ്റ്റർ പാക്ക് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതും ഒരു 12 കാർഡ് താഴെപ്പോയി ബൂസ്റ്റർ പാക്കാണ്. ഇത് സ്പെഷ്യൽ ഡോൺ കാർഡെന്ന് ഇത് കണ്ട ഗൈസ്. ഇത് ഗൈസ്, ഇത് സ്പെഷ്യൽ ഡോൺ കാർഡ് പാക്ക് TS01. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം. ആദ്യം ഈ 2 പാക്കറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അൺബോക്സിങ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ പോക്കിമോൺ കാർഡൊക്കെ ലോഗൻ പോൾ ഒരുപാട് അൺബോക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ വൺ പീസിൻ്റെ കാർഡ് അൺബോക്സിങ് ആണ് സുഹൃത്തുക്കളെ. ഓക്കെ, അവിടെ എല്ലാം നോണത്തിരിക്കേണ്ടത് ഇപ്പുറത്ത് പിടിച്ച് നോക്കാം. എന്താ വരാത്തത്? ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇത് അൺബോക്സ് ചെയ്യണത്. കാണണം എന്നെ തള്ളക്കി വിളിക്കരുത്. എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലല്ല. അയ്യോ, എനിക്ക് ടെൻഷൻ ആവണേ. ഓക്കെ, ഫസ്റ്റ് തന്നെ, ഓ മൈ ഗോഡ് സുഹൃത്തുക്കളെ, അതൊരു ഫ്രാങ്കി അല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത് ഗൈസ്. ഫ്രാങ്കിയാണ്. 5000 പോയിൻറ്റ്സിൽ ഫ്രാങ്കി ഫസ്റ്റ്. സെക്കൻഡ് ആരാണെന്ന് നോക്കട്ടെ. ബെല്ലമി ഗൈസ്. സെക്കൻഡായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ബെല്ലമി ആണ്. ഇതാണ് ബെല്ലമി. ബെല്ലമിയിൽ എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ആഫ്റ്റർ യുവർ ഒപ്പോണൻറ്റ് ഡിക്ലെയർസ് ആൻ അറ്റാക്ക് യു മേ റെസ്റ്റ് ദിസ് കാർഡ്. ഇത് പ്ലേയിങ് കാർഡാണ് കേട്ടോ ഗൈസ്. ഓക്കെ, 1 ഡോൺ കാർഡ് ഫ്രം യുവർ ഡോൺ. ഓക്കെ, അപ്പോൾ മൂന്നാമത് കിട്ടിയിരിക്കുന്നത് ഫ്യൂജിറ്റോറയാണ് ഗൈസ്. അഡ്മിറൽ ഫ്യൂജിറ്റോറ ഇഷോ പൊളിച്ച്. അത് കഴിഞ്ഞിട്ട് ആരാണെന്ന് വരാൻ പോണത്? ഇവാച്ചാൻ ഗൈസ്. ഇത് ഇവാൻകോവ്, എംപോറിയോ ഇവാൻകോവ്. ഒമ്മച്ചി, അത് കാലൊക്കെ ചാവിട്ടി പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇവാൻകോവ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ആരെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കാം. നിങ്ങൾ കണ്ടോ, എടുക്കാം. ഓ, കാവൻഡിഷ് ഗൈസ്. ഡ്രസ് റോസയിൽ ആർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ ലൂഫിയുടെ അലയൻസ്
ക്രൂയിലുള്ള അല്ലെങ്കിൽ ലൂഫിയുടെ ഗ്രാൻഡ് ഫ്ലീറ്റിലുള്ള ഒരു ക്യാപ്റ്റനാണ് കാവൻഡിഷ്. ഓക്കെ, കാവൻഡിഷ് കഴിഞ്ഞ് ആരാണ് നമുക്ക് വരാൻ പോകുന്നത്? ഇതാര്? ഊസോപ്പോ? എന്തൊരു ഊസോപ്പിൻ്റെ? ഓപ്പോ, അത് കിടുക്കാച്ചിക്കാരൻ കേട്ടാ എൻ്റെ മോനെ. ഗൈസ്, ഊസോപ്പ് മറ്റേ കബൂട്ടോ വെച്ചിട്ട് എയിം ചെയ്യുന്നതാണ്. ആരെ എയിം ചെയ്തേക്കുന്നത് ഊസോപ്പ്? എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഷുഗറിനെ ഊസോപ്പ് അടിച്ചിടാൻ വേണ്ടിയിട്ട് വിട്ട ആ കബൂട്ടോയുടെ ആ ഉണ്ടയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് കിട്ടിയേക്കുന്നത്. ഇത് ഫൈറ്റിംഗ് ഫിഷ് ഗൈസ്. ഇതും നമ്മുടെ ഡോഫ്ലമിംഗോയുടെ, അതായത് ഡ്രസ് റോസ ആർക്കിൽ മറ്റേ കൊളോസിയത്തിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ മറ്റേ വെള്ളത്തിൽ നിന്ന് ചാടി വന്ന് ഇടിക്കുന്ന ഫൈറ്റിംഗ് ഫിഷ്. അതുമാത്രമല്ല, മറ്റേ ലോയും മറ്റേ ഗ്രീൻ ബിറ്റിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ മറ്റേ പാലം കടിച്ച് പറിച്ചുകൊണ്ടിരുന്നതും ഈ ഫിഷാണ്. അടുത്തതായി സുഹൃത്തുക്കളെ, വലിയ ഗുമ്മൊന്നുമില്ലാത്ത സീസർ സോൾജിയർ. ഇത് പങ്ക് ഹസാഡ് ആർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് സോൾജിയേഴ്സാണിത്. അവിടെ ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഗുമ്മ് കൂടിയ കാർഡൊക്കെ ആദ്യമേ ഞാൻ എടുത്ത് തീർത്തെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അടുത്തതായി ഗോഡ് ത്രെഡ് നോടാ. അടുത്തതായി ഗൈസ് ഗോഡ് ത്രെഡാണ് കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനാണ് ഇത് ഡോഫ്ലമിംഗോയുടെ ത്രെഡാണ്, അറ്റാക്കാണ്. ഡോഫ്ലമിംഗോയുടെ ഒരു സാധനമാണ് ഗൈസ്. അതവിടെ ഇരിക്കട്ടെ. കില്ലറിനെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് കില്ലറിനെ കിട്ടിയിരിക്കുകയാണ്. സീസർ ക്ലൗണിൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ കില്ലർ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ടൈം സ്കിപ്പിന് മുന്നേ ഉള്ള കില്ലറാണ്. ടൈം സ്കിപ്പിന് ശേഷം പുള്ളിക്കാരൻ കുറച്ച് ട്രാജഡിയിലൊക്കെ പോയി, കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതാരെന്ന് നോക്ക് ഗൈസ്. ബ്ലാക്ക് ബിയേഡിൻ്റെ പൈററ്റ് ക്രൂയിലെ ഷിറിയു. ഈ ഷിറിയു ആണ് നമ്മുടെ ഇംപെൽ ഡൗൺ ആർക്കിൽ ബ്ലാക്ക് ബിയേഡിൻ്റെ ക്രൂവിലോട്ട് ജോയിൻ ചെയ്തത്. എക്സ് ഇംപെൽ ഡൗൺ ക്രൂ അല്ല, വാർഡനായിരുന്നു. അതായത് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ മറ്റേ അങ്ങേരുടെ വിഷമത്തിൻ്റെ അങ്ങേരുണ്ടല്ലോ, പേരും മറന്നുപോയല്ല, മെഗല്ലൻ അല്ലേ, അങ്ങേരുടെ അത്രയ്ക്കും കിടപിടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പൈററ്റാണ്. എന്തായാലും ഭാവിയിൽ സോറോ ആയിട്ട് ഇങ്ങേരുടെ ഒരു അടി ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. കാരണം ബ്ലാക്ക് ബിയേഡിൻ്റെ ക്രൂ ആയിട്ട് എന്ന് ലൂഫി അടി ഉണ്ടാക്കുമോ അന്ന് സോറോയുടെ ഒപ്പോണൻറ്റിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ ഇങ്ങേർക്ക് ഇൻവിസിബിലിറ്റി പവറും ഉണ്ട്. ബ്ലാക്ക് ബിയേഡ് കാരണം അങ്ങേർക്ക് ഒരു 9000 എന്നൊക്കെ എഴുതിയിട്ട് ഖൈറോസാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൊളോസിയത്തിലെ ചാമ്പ്യൻ ഡ്രസ് റോസ ആർക്കിൽ നമ്മുടെ ആ പെണ്ണുണ്ടല്ലോ, പെണ്ണിൻ്റെ പേരും മറന്നുപോയി, അവളുടെ അച്ഛൻ, പേര് മറന്നുപോയി കേസേ, പേര് കമൻറ്റ് ചെയ്യുക കേസ്, ഞാൻ മറന്നുപോയി പേര്. ഓക്കെ, നെക്സ്റ്റ് പാക്ക് എടുക്കുകയാണ്. ഇത് ഭയങ്കര രസം കേട്ടോ കേസ്. ഞാൻ ഇതെന്തിരുത്. ഓക്കെ ഗൈസ്, ഇത് കളക്ട് ചെയ്യാനായിട്ടുണ്ടല്ലോ എനിക്കിപ്പോൾ ത്വര വരുന്നു. ഇത് നല്ല ക്വാളിറ്റിയുള്ള കാർഡും കേട്ടോ ഇത്. ഓക്കെ, ഇത് ഇത്രയും ഒരു വെക്കാം. അടുത്ത സെറ്റും കൂടെ എടുക്കാം ഗൈസ് നമുക്ക്. ഇപ്രാവശ്യം ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചല്ലോ. ഓക്കെ, ഇത് ബാക്കിൽ നിന്നല്ല, ഇവിടെ നിന്ന് തന്നെയാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതാരാണപ്പാ? ബ്ലൂ ഗില്ലി. ഗൈസ്, ഇതും നമ്മുടെ സ്ട്രോ ഹാറ്റ് ഗ്രാൻഡ് ഫ്ലീറ്റിലെ ഒരു മെമ്പറാണ് ബ്ലൂ ഗില്ലി. ഇതും ഡ്രസ് റോസയിൽ കൊളോസിയത്തിൽ ഫൈറ്റ് ചെയ്യാൻ വന്ന ഒരു യോദ്ധാവാണ്. ഓക്കെ, അയ്യോടാ, ഖേഡ്രോസ്, ഇങ്ങനെ പേരെനിക്ക് അറിഞ്ഞത്, ഖേഡ്രോസ് ഹിഗ്ലിഗസ് ബ്രൗൺ ബിയേഡ്. ഇത് നമ്മുടെ ബ്രൗൺ ബിയേഡ് എന്ന പേരറിയായിരുന്നു. പങ്ക് ഹസാഡിൽ ഇങ്ങേരുടെ മുതുവിലിരുന്നാണ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് കുറച്ച് ദൂരം യാത്ര ചെയ്യുന്നത്. ഒരു ഡീസൻറ്റ്. അയ്യോ, പെറോണ ഗൈസ്. ഓക്കെയാണ് ഗൈസ്, പെറോണ ഗോസ്റ്റ് ഗേൾ. ഇപ്പോൾ നമ്മുടെ
മീഹോക്കിൻ്റെ കൂടെയൊക്കെ ഉണ്ട്. സോറോ മീഹോക്കിൻ്റെ ഐലൻഡിൽ സ്പെൻഡ് ചെയ്ത സമയത്ത് സോറോയുടെ കൂട്ടുകാരിയായിരുന്നു. സോറോ ഇടയ്ക്ക് കളിപ്പാട്ടമൊക്കെ ആക്കി വെച്ച് കിട്ടിലും OP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ പവേർഡ് ആയിട്ടുള്ള ഡബിൾ ഫ്രൂട്ടുകൾ ഒന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഗൈസ് എനിക്ക് പെറോണയുടേത്. കാരണം സോറോയൊക്കെ ലൂഫീനെയൊക്കെ പുട്ട് കണക്കിനാണ് മുട്ടുകുതിച്ചുള്ളത്. വേറൊരു കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് മോമോ അല്ലെങ്കിൽ നമ്മുടെ കൈഡോയോ പോലുള്ളൊരു ഭീകരൻ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഈ പുള്ളിക്കാരിയുടെ ഗോസ്റ്റ് പവർ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവരും ഇതേ കണക്ക് വില്ലില്ലാതായി പോവുമോ? എനിക്ക് ചാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമോ? എനിക്കത് ഭയങ്കര ഡൗട്ടാണ്. അതോ ഹാക്കിയുടെ ഓവർ പവർ കാരണം അവരതൊന്നും അഫക്റ്റ് ചെയ്യൂലേ? അറിയില്ല. നെക്സ്റ്റ് ആരാണ്? നിങ്ങളാദ്യം കാണും, എന്നിട്ട് ഞാൻ കാണാം. ഇതാരുടെ ഇത്? ലൂഫിയോ? ഗൊമുനോ റൈനോ ഷ്നൈഡർ. ഇത് ലൂഫിയുടെ അറ്റാക്കാണ് ഗൈസ്. ഓക്കെ, ഇത് ഗെയിമിൻ്റെ ഇടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. അടുത്ത എഡ്വേർഡ് ന്യൂഗേറ്റ്, നൺ അതർ ദാൻ വൈറ്റ് ബിയേർഡിൻ്റെ കാർഡ് നമ്മൾ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ റെയർ ആയിരിക്കുമോ ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടാ. ഒപ്പോ ഗൈസ് 4 എംപറേഴ്സിൽ ഒരാളാണ് ട്രെബോൾ. ഇത് ഡോഫിയുടെ ക്രൂവിലെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ്. ഇനി ഒരു കിഡിലൻ ക്യാരക്ടറാണ് ഗൈസ്. ഈ പാക്ക് ഭയങ്കര കിടിലൻ കേട്ടാ. അടുത്തതായി നമുക്ക് കയ്യിലെത്തിയിരിക്കുന്നു കോള. എൻ്റെ മോനെ ഗൈസ്, റവല്യൂഷണറി ആർമിയിൽ നമ്മുടെ സാബുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആവാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ്. കോളയുടെ പാസ്റ്റ് ഭയങ്കര ട്രാജിക്കായിട്ടുള്ളൊരു പാസ്റ്റാണ്. ഇറ്റ്സ് എ അടിപൊളി ക്യാരക്ടറാണ് കോള സൂപ്പറാണ് ഗൈസ്. താങ്ക് യു. എനിക്ക് ഇത് ജിയോള. ബിഗ് മോമിൻ്റെ അല്ല, ഇതാരാണ്? അയ്യോ, ഡ്രസ് റോസ ആർക്കിൽ ഡോങ്കി ഹോട്ടെ ഡോഫ്ലമിംഗോയുടെ ക്രൂവിലെ ഒരു ക്യാരക്ടറാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ളയുടെ പവർ ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു ഇവരാണെന്ന് തോന്നുന്നു. മറ്റേ കളർ ഇങ്ങനെ തെറിപ്പിച്ചിട്ട് നമ്മുടെ ക്രൂവിനെ മറ്റേ ഇങ്ങനെയൊക്കെ ആക്കി കളയണ ആ പെണ്ണുമ്പിള്ളയാണെന്ന് തോന്നുന്നു. ജിയോള. ഓക്കെ, എനിക്കിഷ്ടമല്ല ആളാ. പോതാണ് പെണ്ണുമ്പിള്ള. വീണ്ടും ഊസോപ്പ് ഗൈസ്. വീണ്ടും നമുക്ക് ഒരു ഊസോപ്പിനെ കിട്ടിയിരിക്കുകയാണ്. ഊസോപ്പ് റെയർ അല്ലേ? ചറപറാന്ന് ഊസോപ്പിനെ കിട്ടുകയാണല്ലോ. അപ്പോൾ ഊസോപ്പിൻ്റെ ഒരു കാർഡ് കൂടെ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി ഗൈസ്. ഇത് എന്താണ് ഇതിൻ്റെ? ഹായ് ലിയോ ഗൈസ്. ഇതും നമ്മുടെ സ്ട്രോ ഹാറ്റ് ഗ്രാൻഡ് ഫ്ലീറ്റിലെ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ്. ഡ്രസ് റോസയിലെ നമ്മുടെ കുഞ്ഞാപ്രികൾ ടൊണാട്ടാസ് അതിൻ്റെ ലീഡറാണ്. ഇവൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ തച്ച് വയ്ക്കും ഇങ്ങേര്. വീണ്ടും നമുക്ക് ഒരു ക്യാവൻഡിഷൂടെ കിട്ടിയിരിക്കുകയാണ്. ക്യാവൻഡിഷ് എനിക്ക് സത്യം പറഞ്ഞാൽ ബാർത്തലോമിയോനെ കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചനാട്ടാ. ഓക്കെ, ലാസ്റ്റത്തെ കാർഡ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ കാണുക. എനിക്ക് ലൂഫിയെ കിട്ടിയില്ല. ആരിത്? ഡോഫ്ലമിംഗോയാ? ഓ ഗൈസ്, ഡോഫ്ലമിംഗോ അത് പൊളിച്ച് കേട്ടാ ഗൈസ്. ഡോഫ്ലമിംഗോയെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 പാക്ക് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട പാക്കാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. കാരണം ഇത് ഒരു കാർഡേ ഉള്ളൂ ഈ പാക്കിനകത്ത്. സ്പെഷ്യൽ ഡോൺ കാർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈശ്വര, ലൂഫി ആയിരിക്കണം. എനിക്ക് ലൂഫിയെ വേണം ഗൈസ്. എനിക്ക് ലൂഫി ഇതുവരെ കിട്ടിയില്ല. എൻ്റെ ബാക്കിയെല്ലാം കിട്ടി. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബോക്സിങ്ങിന് നിങ്ങൾ സൗമ്യതയൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്കറിഞ്ഞൂടാ ഗൈസ്, നിങ്ങളാണ് ആദ്യം ഇത് കാണാൻ പോകുന്നത്. ആരടാ ഇറങ്ങടാ, കവർന്ന് ഇറങ്ങാൻ വയ്യാത്ത ആരുമാണ് ഗൈസ്. ആര്? ലൂഫി ആയിരിക്കണേശ്വര. ഒന്നുമില്ലേ? എന്താ ഇതിനകത്ത്? കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സോറോയുടെ സോഡാണോ? ഡോൺ കാർഡ് എന്നും പറഞ്ഞിട്ട് ഗൈസ് +1000. എനിക്കിഷ്ടപ്പെട്ടില്ല. ഇത് ഏതാ സോഡ്? ഇത് വാണുവെന്ന് കിട്ടിയ വാളുടെ പേരെന്തൊരു പുല്ല് മറന്നും പോയല്ല. വാടോ ഇച്ചിമോഞ്ചി അല്ല.
ഷേ അയ്യോ ഷിറ്റ്സൂയി അല്ല സെൻസൂസി, ഇത് ഏത് വാളൊന്നും കിട്ടണില്ലല്ലോ ഗൈസ്. സോറോയുടെ വാളാണെന്ന് എനിക്ക് പക്ഷെ നല്ല ബലമായ ഒരു സംശയമുണ്ട്. ലൂഫീനെ കിട്ടിയില്ല ഗൈസ്. ലൂഫിയെ കിട്ടുന്നവരെ ഞാൻ അൺബോക്സ് ചെയ്യണോ നിങ്ങൾ പറയൂ. അപ്പോൾ ഇതാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഡോൺ കാർഡ്, അവൻ്റെ അമ്മൂമ്മയുടെ ഡോൺ. ഇതിനെക്കാട്ടി നല്ല വൈറ്റ് ബിയേഡിൻ്റെ കാർഡായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയും കാർഡുകൾ നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നു. കണ്ട ഹായ് നോക്ക് ഗൈസ്, ഒരു സെറ്റ് ഓഫ് കാർഡ് കേട്ടാ, അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ വൺ പീസിൻ്റെ കാർഡ് അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയുക. ഇനിയും ഇതുപോലുള്ള കാർഡ് അൺബോക്സിങ് വേണമെന്ന് പറയുക. ദിസ് ഈസ് മീ പി പി ഫുഫു സൈനിങ് ഔട്ട്.